രമേശ, ഞാൻ രാവിലെ മുതൽ എന്നെ നോക്കണം. അപ്പൊ എന്നെ കണ്ടില്ല. ഉറങ്ങിപ്പോയി. രാത്രി ഉറങ്ങിപ്പോവാം. അല്ല, ഞാൻ എന്നെ രാവിലെ കാണാതെ ഞാൻ വിചാരിച്ച് ഇന്ന് ഓടാൻ പോകുന്നുണ്ടാവും കാര്യം മിക്കവാറും ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ വേറെ ആയിരിക്കും ഓടാൻ കൊടുക്കേണ്ടിയിരുന്നാ തോന്നുന്നത്. ഒരുപാട് വാടക കയറാണ്ടല്ലോ. ഇല്ല, അതുപോലെ ചെറിയൊരു ഇതാക്കണ്ട. എന്തായാലും ഞാൻ വെറുതെ തമാശ ഇരുന്നതാണ്. ഞാനിപ്പോ ഇവിടെ ഓട്ടം ഇല്ലാതെ വണ്ടി കിടന്നു കഴിഞ്ഞാലും നമ്മളിപ്പോ എനിക്കല്ല വേറെ ഒരാൾക്ക് ഓടാനൊന്നും കൊടുക്കൂല. ഇപ്പൊ എന്തായാലും ഇപ്പൊ പോയിക്കൊണ്ട് 10 ഉറുപ്പ്യ ഓടി ഉണ്ടാക്കാൻ നോക്ക്. അപ്പൊ എത്രയും പെട്ടെന്ന് വണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കിട്ടാ. ചാവി വണ്ടി തന്നെ ഉണ്ട്. വണ്ടി നിർത്തുകൊണ്ടാണ് ഞാൻ. എന്നാ ശരി. ഓട്ടോ വണ്ടി എടുക്കും പറയാം. എന്താ ചേട്ടാ ഓട്ടോ കെട്ടപ്പോ? ഓട്ടോ പറഞ്ഞോ, ഓടുന്നൊക്കെ നമ്മള് പെട്രോൾ ഡീസലിനൊക്കെ ടൈറ്റ് വില കൂടണ കാരണേ. പിന്നെ നിത്യോപ സാധനങ്ങൾക്ക് വില കൂടിയല്ലേ. ഓടുന്ന കാര്യം പിന്നെ മോനല്ല വാടക കൊടുക്കണം. അതൊക്കെ അതിനെ ഉള്ളൂ. പറഞ്ഞത് ശരിയാ, പെട്രോളിനൊക്കെ വില കൂടിയോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിവസം തട്ടിപ്പൊട്ടിക്കണം. എത്ര 100 രൂപ. നിർത്ത്. ആ സീതന്റെ മോനല്ലേ? മണിക്കൂറോളായി ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഒന്നും കൊണ്ടേ വിട്ടു തന്നാളെ പൊന്നെ. മോനെ, എന്റെ അച്ഛനായിട്ട് എത്ര കാലത്തെ പരിചയമാണെന്ന് അറിയാം ഞാന്. എത്ര വണ്ടിക്ക് മോനെ ഞാൻ കൈയാട്ടി. നമ്മള് പ്രായമുള്ള ആൾക്കാരായത് കൊണ്ടാണോ ഈ ഓട്ടോറിക്ഷക്കാരും നിർത്താതെ പോകുന്നത്? എന്റെ കുട്ടിക്ക് ഒരു ദയ തോന്നിയോണ്ടാണ് ഞാനിപ്പോ ഈ വണ്ടിയിൽ മോന്റെ വണ്ടിയിൽ കയറി പോയിരുന്നത്. മോനെ, അച്ഛൻ എന്താട്ടുന്നത്? സുഖമില്ലായിരിക്ക. മോനെ, ഞാൻ ചോദിച്ചിരുന്ന് പറയാൻ കേട്ടോ. എന്റെ പേര് അബൂബക്കർ എന്നാണ് കേട്ടോ പൊന്നെ. മോനെ, ആ കാണുന്ന ആ ചുവന്ന സ്ഥലത്തൊന്ന് നിർത്തണം എന്നെ. ആ ബസ് സ്റ്റോപ്പില് പൊന്നെ. എന്റെ മക്കളെ കെട്ടിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് മക്കളെ. ഈ റോഡിന് പോണം. മോനെ, അച്ഛനോട് എന്റെ അന്വേഷണം പറയുന്ന ഞാൻ ചോദിച്ചത് പറയാ. ഓട്ടം പോണം ചേട്ടാ. എവിടുക്കണേ? റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ പെട്ടെന്ന് എങ്ങനെ ചേട്ടാ? ട്രെയിൻ മിസ്സാണ്. 6:50 വണ്ടിയല്ല. പോകേണ്ടത് വടകരയാണ്. ഇറങ്ങുമ്പേ തോന്നിയിരിക്കും ട്രെയിൻ മിസ്സാവും. ഇവിടെ പരിപാടി ഫ്രണ്ടിനെ കാണാൻ വന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കാവും വണ്ടിയുള്ളൂ. ഇവിടുന്ന് കുറെ ദൂരം ഒന്നുമില്ലല്ലോ. 2 കിലോമീറ്റർ അവിടെയുള്ളൂ. ഭയങ്കര ബ്ലോക്കും അല്ലേ വൈകിട്ട് സമയം? സാധാരണ ഇങ്ങോട്ടൊന്നും ഞാൻ വരുത്തില്ല. അതെയോ? അങ്ങോട്ടുള്ള ഒഴിവ് പോകാ ചേട്ടാ. 60 രൂപ. ഗൂഗിൾ പേ ആണെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ATM എവിടെ ഉണ്ടോ? ATM ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ അതാണ്. അതാ? ചേട്ടൻ 5 മിനിറ്റ് കൊടുക്കും. ഞാൻ ശരി. രാവിലെ വണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ₹1 ഓട്ടോ ഇല്ല. കിട്ടിയതാണെങ്കിൽ റെയിൽവേക്ക് ട്രിപ്പ് കിട്ടിയിരുന്നു. ഇതാണെങ്കിൽ ഓനാണെങ്കിൽ ഗൂഗിൾ പേ ഗൂഗിൾ പേ ആണെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലേന്ന്. അങ്ങനെ ആ പോക്കായി അങ്ങനെ പോയി.
ഇപ്പൊ കരീം ഖാനോട് ഞാൻ ഇപ്പൊ എന്താ പറയാ, ഇന്നത്തെ വാടകന്റെ എന്നാണ് ഇപ്പൊ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പൊ പെട്രോൾ ഡീസലിന്റെ വില കൂടിയ കാരണം ജീവിതം മുന്നോട്ടോണ്ട് പോകാൻ വലിയ പാടാണ്. വരുന്ന വൈകി തന്നെ എണ്ണ കഴിഞ്ഞ് വണ്ടി തള്ളി ആലോചിക്കാൻ തന്നെ കഴിയ.